ഈ വീഡിയോയിൽ ഇപ്പോഴും ചില കണ്ണുപൊട്ടന്മാർ ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഇസ്രായേൽ 1948 പൊട്ടിമുളച്ച് വന്ന കണക്കുള്ള ചില കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട്. അവരുടെ വിവരദോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊരു ബ്രീഫ് ഞാൻ പറയുന്നത്. ചെറിയൊരു ഡെഫിനേഷനാണ്. 1880-കളിലൊക്കെ ഉള്ള ചരിത്രം, ഞാൻ പറയുന്നത് 1948-ലല്ല, പിന്നെ ബ്രിട്ടീഷ് മാൻഡേറ്റിൻ്റെ ഭാഗങ്ങളിൽ എവിടെയൊക്കെ ആയിരുന്നു ജൂസ് എന്നുള്ളൊരു ചരിത്രം ഒന്ന് ചകഞ്ഞ് പഠിക്കണം. അപ്പോഴത്തേക്കും ഈ ഒരു കൺഫ്യൂഷൻ ഒന്ന് മാറിക്കിട്ടും. പിന്നെ അത് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച ഒരു സുപ്രഭാതത്തിൽ 1948 പാലസ്തീനിൽ വന്ന് വീണതല്ല. അവിടെ നിരന്തരം ഉണ്ടായ സംഘർഷത്തിലൂടെ, അവിടെ നിരന്തരം അറബ്സും ഈ ഒരു ജൂസും കൂടെ ഉണ്ടായ ഒരു സംഘർഷത്തിനിടയിൽ ഒരു ഒത്തുതീർപ്പാണ് 1948 നടന്നത്. അല്ലാതെ 1948 ആൾക്കാർ അവിടെ ഇരച്ചു കയറി വന്നിട്ട് അവിടെ ജെറുസലേം പിടിച്ചടക്കി താമസിച്ചതല്ല. അതൊന്ന് മനസ്സിലാക്കിക്കോണം. അല്ലാതെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് 1948 ഒക്കുപ്പൈഡ്, 1948 മുതലേ ഈ ഒരു 70 വർഷകാലം ഞങ്ങളുടെ സ്ഥലം ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് ഈ പാലസ്തീനിലുള്ള ഓരോ യുവാവും ഓരോ യുവതിയും തന്നെ ഓരോ പത്രമാധ്യമങ്ങൾക്കും ഓരോ പ്രിന്റ് മീഡിയയ്ക്കും കൊടുക്കുന്ന ഒരു സ്പീച്ച്. അങ്ങനെയാണ് അവർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഇതിൽ തന്നെ ഈ ഒരു പഠിപ്പീര്, ഇതിൽ തന്നെ ഈ ഒരു രീതിയിലാണ് അവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞു പോവാം. അതായത് ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് ഉണ്ടാകുന്നുണ്ടല്ലോ, 1947 നവംബർ 29 ഈ യുണൈറ്റഡ് നേഷൻസിൽ ഈ റെസൊല്യൂഷൻ കൊണ്ടുവരുന്നത്. ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിപ്പിക്കാനുള്ള 2 സ്റ്റേറ്റ് തിയറി പ്രപ്പോസ് ചെയ്യപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. അവിടെ വെച്ച് അത് സൈൻ ചെയ്തിട്ട് അത് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് ഒരു ടൈം ലൈൻ ഉണ്ട്. കാരണം ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങ് എടുപിടി എന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ ചില നടപടിക്രമങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നടപടിക്രമങ്ങളൊക്കെ നടത്താൻ വേണ്ടി കൊടുത്തിരുന്ന ഒരു ടൈം ലൈൻ ആണ് മെയ് 15, 1948. ഈ മെയ് 15, 1948 ഒഫീഷ്യലി സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുകയാണ്. അതിന്റെ അർത്ഥം സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ആകുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ജൂതൻ ഉണ്ടാകുകയാണെന്നുള്ള അർത്ഥമല്ല. ജൂ ഓൾറെഡി അവിടെ ഉണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഞാൻ ആവർത്തിച്ച് പല വീഡിയോയിലും പറയേണ്ട ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വീണ്ടും ഈ രീതിയിലുള്ള ഒരു മണ്ടത്തരം പറയുന്നതുകൊണ്ട് മാത്രമാണ്. 1870, 1880 കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഫാർ ബിയോണ്ട് ഹിറ്റ്ലറിനെയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തന്നെ അവിടെ അറബ് ജൂസ് അവിടെ ക്ലാഷുകൾ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ ജ്യൂസ് ഒക്കെ എവിടെന്നെങ്കിലും പൊട്ടിമുളച്ച് വന്നതൊന്നുമല്ല. യഹൂദന്മാരുടെ ഒറ്റ ഒരു പിൽഗ്രിമേജ് ആണ് ആ ജെറുസലേം ടെമ്പിൾ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം. ഒരുമാതിരിപ്പെട്ട വിശ്വാസികളായിട്ടുള്ള യഹൂദന്മാർ ഒന്നും തന്നെയും ഈ ഒരു ജെറുസലേമിൽ നിന്നും ഒരുപാട് അകന്ന് താമസിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവർ എവിടെയൊക്കെ സെറ്റിൽ ആയിരുന്നു എന്ന് പറഞ്ഞാലും ഈ ജെറുസലേമിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും കാലാകാലങ്ങളായിട്ട് അവര് അതിനെ ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നതും ഒരുപാട് ജ്യൂസ് ആ പരിസരത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇറാനിയൻ ജ്യൂസ് ഉണ്ടാകുന്നത്, ഇറാഖി ജ്യൂസ് ഉണ്ടാകുന്നത്, ജോർദാനിയൻ ജ്യൂസ് ഉണ്ടാകുന്നത്, ഇതുപോലെ പല ലെബനാൻ ജ്യൂസ് ഉണ്ടാകുന്നത്. ഏതാണ്ട് 5 ചുറ്റിക്കിടക്കുന്ന 5 അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ജൂ കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇവരാരും അവിടെ നിന്ന് ഒരുപാട് ദൂരം പോയി താമസിച്ച ആൾക്കാരല്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ബ്രിട്ടീഷ് മാൻഡേറ്റില് പാലസ്തീനെ ഒരു രാജ്യം എന്നല്ല വിളിച്ചിരുന്നത്. അതാദ്യം മനസ്സിലാക്കണം. പാലസ്തീനിയൻ ഇപ്പോഴും ഒരു ടെറിട്ടറിയാണ്. ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറബ്സ് ആയിക്കോട്ടെ, പാലസ്തീന്റെ ഉള്ളിൽ ഞങ്ങൾ ഒറിജിനൽ പാലസ്തീനിയൻ അറബുകളാണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് താമസിക്കുന്ന ആൾക്കാർ ആരും തന്നെയും പാലസ്തീനികളല്ല. അവരൊക്കെ പാലസ്തീനിയൻ നേഷൻ അല്ല, പാലസ്തീനിയൻ ടെറിട്ടറിയാണ്. ഇപ്പോഴും നിങ്ങൾ ചോദിച്ചു നോക്കൂ, പാലസ്തീനിയൻ ടെറിട്ടറി എന്നാണ് പറയുന്നത്. ഈ ടെറിട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യമല്ല. ഈ ടെറിട്ടറി എന്ന് പറയുന്നത് അവരുടെ പൂർവ്വപിതാക്കൾ, അതായത് അവരുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ഒക്കെ തൊട്ടടുത്ത് ജോർദാനിൽ താമസിക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇറാഖിലുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇറാനിലുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ വേറെ മറ്റുള്ള യമനിലുണ്ടായിരിക്കും. അങ്ങനെ പല രാജ്യങ്ങളിലായിരിക്കും ഇവരുടെ ഫോർ ഫാദേഴ്സും ഇവരുടെ ഒരു ഫാമിലിയുടെ വേര്, കുടുംബ പശ്ചാത്തലം ഉള്ളത് ആ രീതിയിലായിരിക്കും. പക്ഷെ ഇവിടെ പാലസ്തീന്റെ ഉള്ളിൽ വന്ന് താമസിക്കുന്ന അറബുകൾ എന്ന് പറഞ്ഞാൽ അവരൊരു പുതു തലമുറയായിരിക്കും. അതായത് ഇവരുടെ ഈ മക്കളും മക്കളുടെ മക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ സെറ്റിൽഡ് ആണ്. പക്ഷെ ഇവരുടെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യമനായിരിക്കും. ഈ പാലസ്തീനിയൻ ടെറിട്ടറിയിലുള്ള ഒരു അറബുകളുടെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തുർക്കി ആയിരിക്കും. വേറൊരു സെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖ് ഒറിജിൻ ആയിരിക്കും. അപ്പൊ ഇറാഖ് ഒറിജിൻ ഉള്ള ആൾക്കാർ, ഈ ലബനാൻ ഒറിജിൻ ഉള്ള ആൾക്കാർ, യമൻ ഒറിജിൻ ഉള്ള ആൾക്കാർ, ഇവരിൽപ്പെട്ട അറബുകളെല്ലാം തന്നെ കൂടിച്ചേർന്ന് ഒരു ടെറിട്ടറി ആയിട്ട് താമസിച്ചിരുന്നതാണ് ഈ ഒരു പാലസ്തീനിയൻ ടെറിട്ടറി. നിങ്ങളൊരു പാലസ്തീനിയൻ ടെറിട്ടറിയാണ്, അതല്ലാതെ പാലസ്തീൻ രാജ്യമല്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ സ്റ്റേറ്റ് ഓഫ് പാലസ്തീനിയൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈമോശമാണ്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ അവസരം നിങ്ങൾ കളഞ്ഞു കുളിച്ചതാണ്. എന്ന് കളഞ്ഞു കുളിച്ചു? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ബ്രിട്ടീഷ് മാൻഡേറ്റ് പൂർണ്ണമായിട്ടും ക്യാൻസൽ ആക്കിയിട്ട് ബ്രിട്ടീഷ് ഒഴിഞ്ഞു പോകുന്ന സമയമായിട്ടുള്ള മെയ് മാസം 15 1948 ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ആവുകയാണ് ഇസ്രായേൽ.
അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അറബ് സ്റ്റേറ്റ് നിങ്ങൾക്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാമായിരുന്നു. അന്ന് തന്നെ നിങ്ങൾ എല്ലാം വിട്ടിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടല്ലേ ഇപ്പൊ ഉള്ളതും കളഞ്ഞു കുളിച്ചിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടത്. അതുകൊണ്ടാണ്. കാര്യം മനസ്സിലായോ? ഇതാണ് സംഭവം. നിങ്ങൾ അടി പിടി കൊച്ചുങ്ങൾ മരിക്കുന്നു, ഈ ഒരു സിമ്പതി, ഇതൊക്കെ വിടൂ. ഫാക്ട് നോക്കൂ. ഇതാണ് ഫാക്ട്. 1948 ഇസ്രായേൽ ഉണ്ടായി. അവര് നേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻസ് കൊടുത്തു, അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്തു, അവര് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആ രാജ്യം പ്രൊട്ടക്ട് ചെയ്യാനുള്ള എന്തെല്ലാം സാമഗ്രികളുണ്ടോ ആ ഹൈ ലെവൽ ടെക്നോളജി എല്ലാം തന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു രാജ്യം അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഇപ്പോഴും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തോക്കിലുപരിയായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിലുപരിയായിട്ട് PVC കൊണ്ട് പെട്ടെന്ന് ഈ ഒരു കുടിൽ വ്യവസായം പോലെ ചെയ്തു വിടുന്ന കുറച്ച് റോക്കറ്റ്, ഇതല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ബുദ്ധിയിൽ വികസനമുണ്ടോ? നിങ്ങൾ 1400 വർഷത്തിന് മുമ്പ് എന്താണോ നിങ്ങളുടെ തലച്ചോറിൽ ഇട്ട് തന്നത് അതും പേരെയാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു നെൽസൺ മണ്ടേല ഉണ്ടോ? അതായത് ആയുധങ്ങളൊന്നും വേണ്ട, നമ്മൾ ചർച്ചയിലൂടെ കാര്യങ്ങളൊക്കെ പരിഹരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ഒരു മാർട്ടിൻ ലൂതർ കിങ് ഉണ്ടോ? ഇതേപോലത്തെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾക്കാർ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങൾ ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഉള്ളതെല്ലാം തന്നെയും ഈ വക രീതിയിലുള്ള തീവ്രവാദം പ്രചരിപ്പിക്കുന്ന വെറുപ്പ് വിദ്വേഷം, പ്രത്യേകിച്ചും ജൂതനെതിരെ വെറുപ്പ് വിദ്വേഷം, ആ രീതിയിലുള്ള ഒരു ഐഡിയോളജി പഠിപ്പിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു സൊസൈറ്റിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പിന്നെ അവർക്ക് എന്ത് ഫാക്ട്, എന്ത് 1888, എന്ത് ബ്രിട്ടീഷ് മാൻഡേറ്റ്, എന്ത് 1948 സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ, ഇതൊക്കെ എന്താണ്? ഈ റിവർ ടു സീ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിറ്റ്ലറിന്റെ വാചകത്തിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ ഒരു സെയിം മൊഡ്യൂൾ ഓഫ് ആക്ഷൻ ആണ് നിങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പരാജയപ്പെടുന്നതിന്റെ ഏറ്റവും വലിയ കാരണം. നിങ്ങൾ സ്വന്തമായിട്ട് ഞങ്ങൾ വിജയിക്കുന്നു വിചാരിക്കാം, പക്ഷെ അത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് വിജയമല്ല, അത് പരാജയമാണ്. നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ സ്ഥലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ജനങ്ങൾ കുന്നുകുന്നായിട്ട് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള സക്സസിലും എത്താൻ പറ്റുന്നില്ല. നിങ്ങൾ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ടാണോ? ഇല്ല. നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നോട്ടാണോ? ഇല്ല. നിങ്ങൾക്ക് ജീവിത നിലവാരമുണ്ടോ? ഇല്ല. സമീപ ഭാവിയിലെങ്കിലും ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുരോഗതി കൈവരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. അപ്പൊ ഈ രീതിയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഓരോ കാലഘട്ടത്തും ഓരോ പേര് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവാണ്. ഒന്നാം ഇന്തിഫാദ, രണ്ടാം ഇന്തിഫാദ, പിന്നെ ഹമാസ്, ഫത്തേ, ഇങ്ങനെയൊക്കെ ചില മൂവ്മെന്റുകൾ വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവാണ്. ഞാൻ ആമുഖമായിട്ട് തന്നെ ഈ ഇത്രയും വിഷയം പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഹമാസിനെ പൂർണ്ണമായിട്ടും ഗാസയിൽ നിന്നും തുടച്ചെറിഞ്ഞുകൊണ്ട് ഒരു അറബ് ലീഡിങ് ചെയ്യുന്ന ഒരു പാലസ്തീൻ അഥവാ ഒരു ഗാസ സ്ട്രിപ്പ് പണിതുയർത്താം എന്നുള്ള അറബികളുടെ ഒരു മോഹം, അത് എങ്ങനെ നടപ്പിലാവും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇസ്രായേൽ ചോദിക്കാൻ പോകുന്ന ഒരു 4-5 ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഈ അറബ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ, അത് ഈജിപ്ഷ്യൻ പ്ലാൻ ആണ്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിട്ട് ഇവർ തന്നെ കൺക്ലൂഡ് ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഏതാണ്? ഈ അറബ് ലീഗ്. ഇതാണ് 27-ാം തീയതി, അതായത് വരുന്ന ഫെബ്രുവരി 27-ാം തീയതി അറബ് ലീഗിന്റെ സബ്മിറ്റ് ഉണ്ട്. ആ സബ്മിറ്റിൽ വെച്ചിട്ട് ഇവരിത് ബ്രീഫ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിനകത്ത് കുറച്ചുകൂടെ റെക്ടിഫിക്കേഷൻസ് വരുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് ഏതെങ്കിലും ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയി വന്നു കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവർ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ വിഷയങ്ങൾ തന്നെയാണ് അവിടെ റിപ്പീറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, നിങ്ങൾ പോയി ഒന്ന് കണ്ടാൽ മതി, കാര്യങ്ങൾ മനസ്സിലാവും എന്താണ് അറബ് രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റീബിൽഡ് ഗാസ എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇസ്രായേൽ ചോദിക്കാൻ പോകുന്ന ചില നിർണായക ചോദ്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൗ ഡു യു റീബിൽഡ് ഗാസ? എങ്ങനെയാണ് ഗാസയെ റീബിൽഡ് ചെയ്യാൻ പോകുന്നത്? കാരണം അവിടെ ഒരുപാട് ഡെബ്രി ഉണ്ട്, അതുപോലെ തന്നെ പൊട്ടാതെ കിടക്കുന്ന അമ്യൂണിഷൻസ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതുപോലെ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള സാഹചര്യമാണ് ഗാസയ്ക്കുള്ളിലുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല. എപ്പോഴത്തെയും പോലെ ചുമ്മാ വെറുതെ അങ്ങ് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി 10 JCB ഒക്കെ ഇറക്കി വിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി ബിൽഡ് ചെയ്ത് അവിടെ താമസിക്കാം എന്നുള്ള അഭിപ്രായമാണോ? ഇനി ഇസ്രായേലിന്റെ ഉള്ളിൽ ഇനി ഒരു ആക്രമണം ഗാസയ്ക്ക് ഉള്ളിൽ വരില്ല എന്നുള്ളതിന്റെ ഉറപ്പ് ആര് കൊടുക്കും? സൗദി അറേബ്യ കൊടുക്കുവോ? അതായത് ഈ ഗാസയ്ക്കുള്ളിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഹമാസ് ആണോ സിവിലിയൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഈ ഒരു ഗാസയ്ക്കുള്ളിലുണ്ട്. ഇത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഈ ഗാസയുടെ ഈ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പ് ഇട്ട ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊച്ചു പയ്യന്മാര് ഈ ഹമാസിന്റെ തോക്കിന്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു ചെറുക്കന്മാരില്ലേ, ഇവരെ ആരും ഇപ്പം ഹമാസ് ആയിട്ട് ആരും ഐഡന്റിഫൈ ചെയ്തില്ല. പക്ഷെ ഇവരിത് കണ്ടാണ് വളരുന്നത്. ഇവരില് 90%, ഇവരിൽ 80 മുതൽ 90% ഈ ഹമാസ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളാണ്. ഞാൻ നെക്സ്റ്റ് ജെൻ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നുള്ളത്. അപ്പൊ ഈ കുട്ടികളാണ് അടുത്ത ഹമാസ്. ഇവിടെ ജൂനിയർ ഹമാസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു സോ കോൾഡ് ഹമാസിൽ നിന്നും ഈ ഒരു കുട്ടികളെ എങ്ങനെയാണ് വേർതിരിക്കാൻ പോകുന്നത്?
ഈ കുട്ടികളെ തൽക്കാലം ഹമാസ് ആയിട്ട് മുദ്ര കുത്താൻ കഴിയില്ല. പക്ഷെ ഇവരൊരു 10 വർഷം കഴിയുമ്പം ഇവർ ഹമാസാണ്. അത് 100% ഉറപ്പിച്ചു വെച്ചോ, അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സമൂഹത്തിന്, ഇങ്ങനെ ഒരു സൊസൈറ്റിക്കാണ് ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള ഏതാണ്ട് 5-6 അറബ് രാഷ്ട്രങ്ങൾ ഇവരെ പിന്തുണയ്ക്കണം. ഇവർക്ക് നിരുപാധികം കണ്ണടച്ച് ഉറപ്പ് കൊടുക്കണം ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു ആക്രമണം നടക്കില്ല എന്നുള്ളത്. ഇത് എത്രമാത്രം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. അടുത്ത വിഷയത്തിലേക്ക് വരാം. അവിടെ മിക്കവാറും ഉള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്. എല്ലാ തവണത്തെയും പോലത്തെ ഒരു ആക്രമണമല്ല ഇപ്പൊ നടത്തിയിരിക്കുന്നത്. കാരണം ഗാസയെ ഫുള്ളായിട്ട് തന്നെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ പൗരന്മാരെ ബന്ദികളായിട്ട് പിടിച്ചു വെച്ചുകൊണ്ട് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഗാസയിലെ ജനങ്ങളെ കുറിച്ച് ഒരു ബോധവുമില്ല. നിങ്ങൾക്ക് ജയിലിൽ കിടക്കുന്ന തീവ്രവാദികളെ പുറത്തിറക്കാൻ മതി എന്നാണ് നിങ്ങളുടെ നിലപാട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗാസയിലുള്ള ജനങ്ങൾ മരിച്ചു വീഴുന്നത് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. ഗാസയിലെ ബിൽഡിംഗ് തകരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിധ കുലുക്കവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇതിനു മുമ്പേ നിങ്ങൾ ഡീലിന് ഒപ്പിട്ടേനെ. അപ്പൊ അതിൽ യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ചോദിക്കുന്ന വെച്ചാൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ജനങ്ങളെ 18 ലക്ഷം മുതൽ 22 ലക്ഷമാണ് അപ്രോക്സിമേറ്റ്ലി ഉള്ള പോപ്പുലേഷൻ പറയുന്നത്. ഇവരെ ഏത് ഭാഗത്താണ് നിങ്ങൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നത്? എവിടെയാണ് ഇവരെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഗാസയിലെ നടുക്ക് മൊത്തം പണിയണം, സൈഡിലൊക്കെ ബഫർ സോൺ ആണ്. അപ്പൊ ഇവരെ ബഫർ സോണിൽ കൊണ്ട് പാർപ്പിക്കാൻ പോകുന്നോ? എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ബഫർ സോണിൽ എന്തായാലും ഇസ്രായേൽ സമ്മതിക്കത്തില്ല. പിന്നെ എവിടെ കൊണ്ട് ഇവരെ മാറ്റി പാർപ്പിച്ചിട്ട് നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാൻ പോകുന്നത്? എനിവേ, ഇത് ജോർദാനും ഈജിപ്തും സൗദി അറേബ്യയൊക്കെ കൊടുക്കേണ്ട ഉത്തരങ്ങളാണ്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം വളരെ നിർണായകമായിട്ടുള്ള ചോദ്യമാണ്. ഹൗ ഡു യു അവോയ്ഡ് ഹമാസ്? എങ്ങനെയാണ് ഹമാസിനെ ഇതിൽ നിന്നും വേർതിരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഹമാസിനെ ഗാസയിൽ നിന്നും അവോയ്ഡ് ചെയ്യാൻ പോകുന്നത്? അടുത്ത ചോദ്യമാണിത്. എങ്ങനെ ഈ ഒരു ഹമാസ് തീവ്രവാദികളെ നിങ്ങൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒരുപാട് ബ്രിഗേഡുകളുണ്ട്, ഏതാണ്ട് 9-10 ബ്രിഗേഡുകളുണ്ട് അവിടെ. അൽ കാസിം ബ്രിഗേഡ്, അൽ ഖുദ്സ് ബ്രിഗേഡ് എന്ന് പറഞ്ഞാൽ കുറെ ബ്രിഗേഡുകളുണ്ട് അവർ. ഇവരുടെയൊക്കെ ലിസ്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇവരെയൊക്കെ എങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഇവരെ ഗാസയ്ക്കുള്ളിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്നത്? എൻറ്റയർ സമൂഹത്തിനെ അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ അവിടെ അങ്ങനെ ഒരു ഫിൽട്രേഷൻ നടത്താൻ കഴിയൂ. യൂണിഫോം ഇട്ട ആൾക്കാരെ ഹമാസ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാൻ കഴിയില്ല. കാരണം ഇവന്മാരെല്ലാം തന്നെ മാസ്ക് വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ ആരാണ് ഹമാസ്, ആരാണ് പൊതുസമൂഹം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇതും അറബുകളെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് ഉത്തരം കൊടുക്കാൻ കഴിയില്ല. പ്രോക്സികളുടെ നിലപാട് എന്താണ്? ഇപ്പോഴത്തെ പ്രോക്സികളുമായിട്ട് നിങ്ങൾ 5-6 രാജ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഈ ഗാസയെ റീബിൽഡ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു 5-6 രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു അറബ് ലീഗ് ഉണ്ട്. ഹൂത്തികളെ പോലത്തെ പ്രോക്സികൾ, ഹെസ്ബുള്ളയെ പോലത്തെ പ്രോക്സികൾ. ഇവർക്കൊക്കെ ഗാസയിൽ എന്താണ് റോള്? ഇവരുടെയൊക്കെ നിലപാട് എന്താണ്? ഇവരുമായിട്ടൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്തോ? ഇല്ലെങ്കിൽ ഇവരിനി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ ഗാസയ്ക്കുള്ളിൽ ഇന്റർഫെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ആക്ഷൻ എടുക്കാൻ പോകുന്നത്? ഈ പാലസ്തീന്റെ ഉള്ളിൽ ഈ ബ്രദർഹുഡ് ഐഡിയോളജിയൊക്കെ കൂടുതൽ ശക്തിയായിട്ട് പഠനങ്ങൾ ഉള്ളിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഇനിയും ഇസ്രായേലിനെതിരെ ഈ പ്രോക്സികൾ തിരിയില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്? അതായത് ഈ പ്രോക്സികളും ഗാസയും തമ്മിൽ ഒരു ഡിസ്കണക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ അതിലേക്ക് വെച്ചിരിക്കുന്ന ഒരു മാർഗം? എന്താണ് നിങ്ങളുടെ അഡ്വൈസ്, ഉപദേശം? നിങ്ങൾ ഈ വക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ട്രംപിന്റെ ബദൽ പ്ലാൻ ആയിട്ട് ഇവർ പ്രപ്പോസ് ചെയ്യുന്ന ഗാസ റീബിൽഡ് പ്ലാനിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള ഡിഫക്റ്റുകൾ. ഈ ഡിഫക്റ്റുകളൊക്കെ ഈ ഒരു അറബുകൾ കുത്തിയിരുന്ന് ചിന്തിച്ചിട്ടാണോ ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ പോകുന്നത്, ഇല്ലെങ്കിൽ US ഇസ്രായേൽ ആ ഒരു സഖ്യത്തിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രാഥമികമായിട്ട് ഒരു കോമൺ മാൻ എന്നുള്ള നിലയിൽ നമുക്ക് തന്നെ ഇവരുടെ ഈ ഒരു പ്രപ്പോസൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ കുറെ പൈസ മുടക്കി ബിൽഡിംഗ് പണിത് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റും, അതിനിപ്പോ ആർക്ക് വേണേലും പറ്റും. പക്ഷേ ഇസ്രായേലിന്റെ സേഫ്റ്റി ആര് ഉറപ്പുവരുത്തും? ഇസ്രായേലിന്റെ സേഫ്റ്റി ആര് ഉറപ്പുവരുത്തും? ഇതാണ് ചോദ്യം, മെയിൻ ചോദ്യമാണ്. ഇതിന് ഉത്തരം പറഞ്ഞിട്ടേ ബാക്കി കാര്യം മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ഹമാസിനെ എങ്ങനെ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ പോകുന്നു? ഇതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള 2 കാര്യങ്ങൾ. ഇത് രണ്ടിനും ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറബ് രാഷ്ട്രങ്ങൾക്ക് ഒരു അവസരം കൂടെ ഒരു പക്ഷേ കിട്ടിയെന്ന് വരാം. ഒരു പക്ഷേ, മേ ബി ആണ് കേട്ടോ. 90% ഇവരുടെ ഒരു പ്ലാൻ തള്ളിക്കളയാനാണ് സാധ്യത. ഇനി ഒരു 10% എങ്ങാനും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് രണ്ടും ഈ ഒരു ചോദ്യത്തിന് ഇവർ കൊടുക്കുന്ന ഉത്തരം, ഇസ്രായേലിന്റെ സേഫ്റ്റി, ഹമാസിനെ പുറത്താക്കൽ, ഈ രണ്ടിനും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം അറബ് രാഷ്ട്രങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവരെ ആരെങ്കിലും അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്ത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ പണി കിട്ടും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. ഇവരുടെ ഐഡിയോളജി എത്രമാത്രം ഭീകരമാണെന്ന് ഇവർക്ക് തന്നെ നന്നായിട്ട് അറിയാവുന്ന സൗദി അറേബ്യ, ഈജിപ്ത്, UAE പോലത്തെ രാജ്യങ്ങൾ ഇത് ഏറ്റെടുക്കുമോ എന്നുള്ളത് ഒരു 99.99% അസാധ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ MBSനും UAE ഭരണാധികാരിക്കും നല്ല രീതിയിലുള്ള വിവരമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പം അവര് ബുദ്ധി വല്ലതും കടം കൊടുക്കുമോ എന്നുള്ളത് എനിക്ക് കണ്ടറിയണം. 1948 ഈ ബ്രിട്ടീഷ് മാൻഡേറ്റ് അവസാനിപ്പിച്ച് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ, അതേപോലെ പാലസ്തീനിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞ ആ ഒരു 2 സ്റ്റേറ്റ് തിയറി കൊണ്ടുവന്ന സമയത്ത്
ഞാൻ പാലസ്തീനിയൻ ടെറിട്ടറി എന്നാണ് പറയുന്നത്, കാരണം അവരുടെ പാസ്പോർട്ടിൽ തന്നെ പാലസ്തീനിയൻ ടെറിട്ടറി എന്നാണ് എഴുതിയിരിക്കുന്നത്. 48 തന്നെ ഈ യഹൂദർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ ഈ യഹൂദരെ അറ്റാക്ക് ചെയ്യാൻ കൂട്ടാക്കാത്ത കുറച്ച് അറബികൾ ഉണ്ടായിരുന്നു. ആ അറബ്സ് ആണ് ഇസ്രായേലിന്റെ ഉള്ളിലൊക്കെ താമസിക്കുന്നത്. ഏതാണ്ട് 20% അറബ് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ പറയുന്ന അറബ് ക്രിസ്ത്യൻസ്, അറബ് ഡ്രൂസ് അങ്ങനെയല്ല കേട്ടോ, അറബ് മുസ്ലിംസ് ആയിട്ടുള്ള 20% ആൾക്കാർ ഹൈ ലെവൽ ഓഫ് സ്റ്റാൻഡേർഡ് ലൈഫ് ഇസ്രായേലിന്റെ ഉള്ളിൽ അവർ ജീവിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, വുമൺ റൈറ്റ്സ് ഉണ്ട്, അവർക്ക് ഹൈ സ്റ്റാൻഡേർഡ് ലൈഫ് ഉണ്ട്, അവർക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ട്. ഇത്രയും കാര്യങ്ങളോടുകൂടി വളരെ വെൽ സെറ്റിൽഡ് ആയിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട് സമാധാനപൂർവ്വം. അവർക്കാർക്കും യഹൂദനെ കൊല്ലണ്ട, അവർ ആ കാര്യം തിരിച്ചറിഞ്ഞ് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില തീവ്ര നിലപാടുള്ള ആൾക്കാർ, ഇസ്രായേലിനെതിരെ തിരിഞ്ഞ ആൾക്കാരാണ് ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ PS ടെറിട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് യഹൂദനെ കൊല്ലാൻ വേണ്ടി യഹൂദിന്റെ പുറകെ നടക്കുന്നത്. വരുന്നത് ഐഡിയോളജിക്കൽ എലമെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അക്കാഡമിക്സ് എലമെന്റ് ഉണ്ട്. കാരണം ഇത് ഐഡിയോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മത പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന സാധനമാണ് ഐഡിയോളജി എന്ന് പറയുന്നത്. അക്കാഡമിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും സ്കൂളുകളിൽ ഈ ഒരു ഐഡിയോളജിയുമായിട്ട് ഇൻസ്പയർ ചെയ്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ള പേരിൽ വന്നിട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്ന അക്കാഡമിക്സിൽ അവിടെയും ഈ ഇൻഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത് മീഡിയ പോർട്രേറ്റ്, അതായത് ഒരു കുട്ടി, പാലസ്തീനിലുള്ള ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ പാലസ്തീനിലുള്ള ഒരു യുവാവ് കടന്നു പോകുന്ന മേഖലയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് മദ്രസ, അതുമാതിരിപ്പെട്ട ഈ മദ്രസ ഉൾപ്പെടെയുള്ള ഈ മതപഠനം പഠിക്കാൻ വേണ്ടി പോകുന്ന പള്ളി, അതേപോലത്തെ കാര്യങ്ങളിൽ മദ്രസയിലൊക്കെ പഠിപ്പിക്കുന്നതാണ് ഈ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പകർത്തി ഈ യുണൈറ്റഡ് നേഷൻസ്, UNRWA എന്നൊക്കെ വരുന്ന ഈ സാർമാർ എന്ന് പറയുന്ന സോ കോൾഡ് ടീച്ചേഴ്സ്, അറബികളെ പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും അറബികൾക്കേ പറ്റൂ, മറ്റുള്ളവർക്ക് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഈ അറബി, ഇതേപോലെ ഐഡിയോളജിയിൽ വളർന്നു വന്ന അറബിയാണ് പിന്നെ സാറാകുന്നത്. ആ സാറ് ഇതേപോലെ വിഷൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഈ ഒരു അക്കാഡമിക്സിൽ, സ്കൂളിൽ. ഇനി ഇത് കഴിഞ്ഞാലോ, ഇത് കഴിഞ്ഞൊക്കെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും TVയോ റേഡിയോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവിടെ മീഡിയ വരുന്നുണ്ട്. മീഡിയയിലൂടെയും ഇതേ പ്രൊപ്പഗണ്ട, ഇതേ സെയിം പ്രൊപ്പഗണ്ടയാണ്. അപ്പൊ ഒരു പാലസ്തീനി എന്ന് പറയുന്നവൻ ഇങ്ങനെയാണ് വളരുന്നത്. ഇത് നമ്മൾ ഡീപ്പ് സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ജൂതവിരോധം ഇത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ഥലത്തിന് വേണ്ടി പൊരുതുക, പാലസ്തീനു വേണ്ടി പൊരുതുക എന്നുള്ളതാണ്, ഇതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഐഡിയോളജിക്കൽ, അക്കാഡമിക്കൽ, മീഡിയ മൂന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ജൂവിഷ് പീപ്പിൾ ആർ ഇൻഡിജിനിയസ് പീപ്പിൾ ഫോർ ദ ലാൻഡ് ഓഫ് ഇസ്രയേൽ മോർ ദൻ 3000 years. ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.